ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മാർച്ച് 1 നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റായിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് സ്പേസ് മാൻ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഹൻ റെനാർഡ്ക്ക് എന്ന് പറയുന്ന സംവിധായകനാണ്. ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റും 36 സെക്കൻഡ്സും ദൈർഘ്യം വരുന്ന ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ട്രെയിലർ കണ്ട വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രെയിലർ ഗംഭീര സാധനം തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത ഒരു ട്രെയിലറിനെന്ന് പറഞ്ഞിരിക്കുന്നു. സ്പേസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരിക്കും ഈ സ്പേസ് മാൻ എന്നുള്ള ചിത്രം. പിന്നെ ഈ ചിത്രം ഒരു നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്, സ്പേസ് മാൻ എന്നുള്ള നോവലിൽ. അപ്പം ഈ സിനിമയുടെ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന 2 കാര്യങ്ങളെന്ന് വെച്ചാൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സിനിമയുടെ വിഷ്വൽ എഫക്ട്സും ഗംഭീര സാധനം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ മ്യൂസിക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത് വേറെ ഒരു ലോകത്താണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പേഴ്സണലായിട്ട് എനിക്ക് ട്രെയിലർ കണ്ടപ്പം ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കിടിലാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൽ ഒരു സോളിറ്ററി ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം 6 മാസം സ്പേസിൽ ചിലവിടുന്നു. തൻ്റെ ഭാര്യയുടെ ഒത്തുള്ള ജീവിതം ചിലവിടാതെ സ്പേസിൽ 6 മാസം സ്പെൻഡ് ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യയുമായിട്ടുള്ള ഒരു കണക്ഷനുമില്ല, ലോകപരിചയവുമില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുകയാണ്, ഒരു അടച്ചുമൂടലിൻ്റെ അങ്ങനത്തെ ഒരു ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ വ്യക്തമായിട്ട് ഈ ട്രെയിലറിൽ കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഭാര്യയുടെ ഒത്ത് ജീവിക്കാൻ പറ്റാത്ത വിഷമവും വീട്ടിൽ പോകാൻ പറ്റാത്തൊരു വിഷമവും എല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരാളായിട്ട് ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു ദിവസം ഒരു അന്യഗ്രഹ ജീവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഥയാണ് ഈ സിനിമയുടെ ട്രെയിലറിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു സ്പേസ് സിനിമ പോലെ അല്ലെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു. കാരണം എന്തെങ്കിലും യുണീക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന സംഭവങ്ങളാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ട്രെയിലർ നല്ലൊരു സാധനമാണ്. ഇതുവരേക്കും സ്പേസ് മാൻ എന്നുള്ള ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളത്. മാർച്ച് 1 വരെ കാത്തിരിക്കുക. സ്പേസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയുടെ ട്രെയിലർ ആയിരിക്കും ഇത്. സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ട്രെയിലർ അത്യാവശ്യമായിട്ടും കൊള്ളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമകൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ ഞാൻ റിവ്യൂ ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ഇഷ്ടം കൂടെ ഒന്ന് നോക്കിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പം കുറേ ദിവസം ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി സിനിമ പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരിക, അതും കൂടെ ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.